ഓരോ ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പും ഓരോ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് പ്രചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പോയ സീസണുകളിലും ഒക്കെ തന്നെ ഈ ഒരു കാര്യം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വരുവാനായിട്ട് പോകുന്ന സീസണിന് മുന്നോടിയും ഒരുപാട് താരങ്ങളുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന പല താരങ്ങളും അവസാനം മറ്റേതെങ്കിലും ഒരു ടീം തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ് ISL ഐ ലീഗ് കളിച്ചുകൊണ്ടിരുന്ന ഇന്റർകാഷണൽ താരമായിട്ടുള്ള എഡ്മൺ ലാറിംഗ എന്ന് പറയുന്ന താരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് താരങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ അഭിഷേക് സിംഗ് എന്ന് പറയുന്ന താരത്തിലും അതുപോലെ തന്നെ നിഖിൽ പ്രഭു എന്ന് പറയുന്ന താരത്തിലൊക്കെ തന്നെ ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന തരത്തിലുള്ള റൂമറുകൾ കേൾക്കുന്നു. പിന്നീട് ഈ ഒരു താരങ്ങളൊക്കെ തന്നെ മറ്റ് പല ടീമുകളിലേക്കും സൈൻ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ കോച്ചായിട്ടുണ്ടായിരുന്ന ഇവാൻ വുക്കോമനോവിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കോച്ചായിരുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് പറയാം ISLൻ്റെ 8, 9, 10 സീസണിലായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് പോലും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല നല്ല ഓഫറുകൾ മറ്റ് പല താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൊടുക്കുമ്പോഴും അതിനെല്ലാം മുകളിൽ മറ്റ് ഓഫറുകൾ ലഭിക്കുമ്പോൾ ഈ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിക്കളഞ്ഞ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പകരം ആ ഒരു ക്ലബ്ബ് മികച്ച ഓഫർ കിട്ടുന്ന ക്ലബ്ബിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്നാൽ തന്നെ പറയുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന ഓഫറുകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മികച്ച താരങ്ങൾ എത്താത്തതെന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഒരു കാര്യം വ്യക്തമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരങ്ങളെയൊക്കെ തന്നെ സൈൻ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അവസാനം ആ ഒരു താരങ്ങൾ മറ്റ് പല ടീമിലേക്കും പോകുന്ന ഒരു കാഴ്ചയും ശ്രദ്ധേയം ആയിട്ടുണ്ട്. ഈ ഒരു സീസണിലും പല താരങ്ങളുടെയും പേര് കേട്ടപ്പോലും ഇതേ ഒരു സംഭവം നടക്കുന്ന കാഴ്ചയെ നമ്മൾ പല ആരാധകരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, ഈ ഒരു വരുവാനായിട്ട് പോകുന്ന സീസണ് മുന്നോടിയായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫറൂഖ് ചൗധരി എന്ന് പറയുന്ന ചെന്നൈയിൻ FC വേണ്ടി കഴിഞ്ഞു പോയൊരു സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും മറ്റ് പല ടീമുകളുടെ പേരും നിലവിൽ കേൾക്കുന്നുണ്ട്. FC ഗോവ, ബംഗളൂരു FC തുടങ്ങിയ ടീമുകളും അവരൊക്കെ മികച്ച ഓഫറുകളാണ് കൊടുക്കുന്നതെന്നും വ്യക്തമാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ ഇത് വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ ബാധിക്കുമെന്നൊരു കാര്യം എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ ടീമിലെ നിലവിലുള്ള മികച്ച താരങ്ങൾക്ക് നല്ല ഓഫറുകൾ നൽകി അവരെ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വരുവാനായിട്ട് പോകുന്ന ISL സീസണെങ്കിലും ഒരു ട്രോഫി നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, വരുവാനായിട്ട് പോകുന്ന ഡ്യൂറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മാർക്കസ് മൃഗലാവയായിരുന്നു. അതിനാൽ തന്നെ വരുവാനായിട്ട് പോകുന്ന ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ തന്നെ ഒരു മികച്ച ഒരു പ്രീ സീസൺ, അതായത് ISLന് മുമ്പുള്ള ഒരു മികച്ച കോമ്പറ്റീറ്റീവ് ടൂർണമെൻറ്റിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ഇറങ്ങാത്തതിനാൽ തന്നെ നല്ലൊരു ഒരു മത്സരക്കുറവ് അല്ലെങ്കിൽ മത്സരത്തിനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്നെസ് കുറവൊക്കെ തന്നെ കാണുവാനായിട്ട് സാധിച്ചേക്കാം. എങ്കിൽ പോലും പ്രീ സീസൺ ഒരു മികച്ച ടീമിനെതിരെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ടായിരുന്നു ചെയ്യുന്നത് എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച സീസൺ വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി എല്ലാം ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ വരുവാനായിട്ട് പോകുന്ന ISL സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ട്രോഫി തങ്ങളുടെ ഹോം ടൗണിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം, വരുവാനായിട്ട് പോകുന്ന ISL സീസണിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യത്തെ കിരീടം നേടുമെന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ